മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഉണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ تحدث أخبارها يومئذ تحدث أخبارها അന്നേ ദിവസം തുഹദ്ദിഥു അഖ്ബാറഹാ ഭൂമി അതിന്റെ കഥകൾ അല്ലാഹുവിനോട് പറയുമത്രേ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ ഭൂമി അതിന്റെ അവസാനത്തെ പ്രകമ്പനം കൊണ്ടു കഴിഞ്ഞാൽ, ലോകാവസാനം സംഭവിച്ചു കഴിഞ്ഞാൽ, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അത്ഖാലഹാ ഭൂമി അതിന്റെ ഭാരത്തെ പുറത്തേക്ക് തള്ളിക്കളഞ്ഞാൽ വഖാല ഇൻസാനു മാ ലഹാ എന്നിട്ട് ജനങ്ങൾ പറയും മാ ലഹാ ഭൂമിക്ക് എന്തു പറ്റി എന്ന്. വഖാല ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിഥു അഖ്ബാറഹാ ആ സമയത്ത് ഭൂമി സാക്ഷി നിൽക്കുമെന്നാണ്, ഭൂമി പറയുമെന്നാണ്. ഈ ആയത്തോതിയിട്ട് അല്ലാഹുവിന്റെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മഹാന്മാരായ സ്വഹാബാക്കളോട് ചോദിച്ചു, വതദൂന മാ അഖ്ബാറുഹാ എന്താണ് ഈ ഭൂമിക്ക് പറയാനുള്ളത് എന്ന് നിങ്ങൾക്കറിയുമോ? ഈ ഭൂമിക്ക് എന്താ പറയാനുള്ളത്? എന്തിനാണ് ഭൂമി സാക്ഷി നിൽക്കുന്നത്? സ്വഹാബാക്കൾ പറഞ്ഞു, അല്ലാഹു റസൂലുഹു അഅലം, ഞങ്ങൾക്കറിയില്ല നബിയേ, ഞങ്ങൾക്കറിയില്ല. അപ്പോഴാണ് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത്, ഫഇന്ന അഖ്ബാറഹാ ഭൂമിക്ക് പറയാനുള്ളത് അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ വഅമതിൻ എല്ലാ അടിമകളുടെയും ആണാവട്ടെ പെണ്ണാവട്ടെ എല്ലാ ആളുകൾക്ക് അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും സാക്ഷി പറയലാണ് ഭൂമിയുടെ പരിപാടി. ബിമാ അമില അലാ വഹ്രിഹാ എന്തൊക്കെയാണോ ആ മനുഷ്യൻ അതിന്റെ പുറത്തുനിന്ന് ചെയ്തു കൂട്ടിയത്, ഭൂമിയിൽ വെച്ച് എന്തൊക്കെയാണോ ചെയ്തത്, അത് രാത്രിയാവട്ടെ രാവിലെയാവട്ടെ ഒറ്റയ്ക്കാവട്ടെ ആളുകൾക്കിടയിലാവട്ടെ, ഭൂമിയിൽ വെച്ച് എന്തൊക്കെയാണോ ചെയ്തത് അതെല്ലാം ഭൂമി നാളെ വിളിച്ചു പറയുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അൻതഖൂൽ എന്നിട്ട് ഭൂമി പറയും അമില കദാ വകദാ അല്ലാഹുവേ ഇന്നാലിന്ന മനുഷ്യൻ ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, ഇന്നാലിന്നവൻ അത് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഭൂമി പറയുന്നത് അൻതഖൂല അമില കദാ വകദാ അല്ലാഹുവേ ഇന്നാലിന്നത് ചെയ്തു. ഏത് സമയത്ത്? ഈ സമയത്ത് പള്ളിയിലേക്ക് നടന്നു പോയത് ഭൂമി പറയും, വൈകുന്നേരങ്ങളിൽ ബസ് സ്റ്റാൻഡുകളിലേക്ക് നടക്കുന്നതും ഭൂമി പറയും, എല്ലാം പറയും. എത്ര സാക്ഷികളാണ് നമ്മൾക്കെതിരെ ഉണ്ടാവുക? ആരൊക്കെയാണ് നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നത്? റൂമിൽ ഒറ്റയ്ക്കാണെങ്കിൽ നിങ്ങൾ വിചാരിക്കരുത് നിങ്ങൾ ഒറ്റയ്ക്കാണെന്ന്. ആ 4 ചുവരുകളും നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങൾ നിൽക്കുന്ന ആ തറ നിങ്ങളെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ മനുഷ്യരെ നമ്മൾ ഇതൊക്കെ കാണുന്നില്ല എന്ന് വിചാരിച്ചു? തെറ്റ് ഞാൻ പറഞ്ഞു, നമ്മൾ എത്ര നിയന്ത്രിച്ചാലും ഒരുപക്ഷെ തെറ്റുകൾ വന്നേക്കാം. പക്ഷെ ഇതൊന്നും കാണുന്നില്ല, ഇതൊന്നും അറിയുന്നില്ല എന്ന് പറഞ്ഞ് തൗബ ചെയ്യാതിരിക്കാൻ ഒരു മനുഷ്യനെ എങ്ങനെ കഴിയും? തെറ്റ് ചെയ്യാതിരിക്കാൻ ഒരു പക്ഷേ കഴിഞ്ഞില്ലെന്ന് വരെ, പക്ഷെ തൗബ ചെയ്യാതിരിക്കാൻ എങ്ങനെ ഒരു മനുഷ്യനെ വന്നുപോയ തെറ്റിന്റെ പേരിൽ ഖേദിക്കാതിരിക്കാൻ എങ്ങനെ ഒരു മനുഷ്യന് ധൈര്യം വരും? പശ്ചാത്തപിച്ച് അല്ലാഹുവിലേക്ക് മടങ്ങാനും കരയാനും എന്തേ നമുക്ക് കഴിയാതെ പോകുന്നത്? ഇവയെല്ലാം നമ്മൾക്കെതിരെയാണ്. നമ്മൾ ഒറ്റയ്ക്കാണ്. നമ്മുടെ കുടുംബവും നമ്മുടെ മക്കളും ഭാര്യ സന്താനങ്ങളും ചങ്ങാതിമാരും എല്ലാവരും നമ്മൾക്കെതിരെയാണ്. ഭൂമി നമ്മൾക്കെതിരെയാണ്. നമ്മുടെ കൈകാലുകൾ നമ്മൾക്കെതിരെയാണ്. നമ്മുടെ ശരീരം നമ്മൾക്കെതിരെയാണ്. നമ്മൾ കിടന്നുറങ്ങിയ ഭൂമി നമ്മൾക്കെതിരെയാണ്. അല്ലാഹുവിന്റെ മലക്കുകൾ. അതുകൊണ്ട്
തെറ്റുകൾ ജീവിതത്തിൽ വരുമ്പോഴേക്കും അതവിടെ ബാക്കി വെക്കാതെ പെട്ടെന്ന് ആ തിന്മകളെ മായ്ച്ചു കളയാൻ, ആ തിന്മകളെ അവിടെ ബാക്കി വെക്കാതെ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. ഇതൊരു ഭൂമിയാണ്. ഇനി അടുത്ത നിരീക്ഷണമാരാണ്. ഓരോ ദിവസവും നമ്മൾ നിരീക്ഷിക്കുന്നുണ്ടെന്നാണ്. ഓരോ ദിവസവും ഇന്ന് മാർച്ച് 26 ഈ ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഈ ദിവസം അതേപോലെ റെക്കോർഡ് ചെയ്യുന്നു. മഹാനായ മഅഖൽ ഇബ്നു യസാർ എന്നവർ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലൈസ മിൻ യൗമി യഅതി അല ഇബ്നി ആദമ ഇല്ലാ യുനാദാ ഫീ ലാ യുനാദി ഫീ. ഓരോ ദിവസവും രാവിലെയാകുമ്പോൾ സുബ്ഹിയാകുമ്പോൾ മാർച്ച് 26 സുബ്ഹിയാകുമ്പോൾ, ഇന്ന് കഴിഞ്ഞല്ലോ, നാളെ മാർച്ച് 27 ആണ് നാളത്തെ സുബ്ഹി. രാവിലെ സുബ്ഹിക്ക് നമ്മൾ എണീക്കുമ്പോഴേക്കും നാളത്തെ പ്രഭാതം നമ്മോട് പറയുന്നുണ്ട്, ഇബ്ന ആദം, മനുഷ്യ മുഹമ്മദ് എന്ന് വിളിക്കും. ഓരോ ആളുകളെ പേര് വിളിക്കും, ഇബ്ന ആദം, ആദമിന്റെ പുത്ര, മനുഷ്യ, അന ഖൽഖുൻ ജദീദ്, ഇന്ന് ഞാൻ പുതിയ ഒരു ദിവസമാണ്, പുതിയ ദിവസമാണ് ഞാൻ. വഅന ഫീമാ തഅമലു അലൈക ഗദൻ ഷഹീദ്, ഇന്ന് നീ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഞാൻ നാളെ സാക്ഷിയാകുമെന്ന് ദിവസവും എല്ലാ ദിവസവും നമ്മോട് പറയുന്നതാണ്. നാളെ, ഇന്ന്, മറ്റന്നാൾ, ഇന്നലെ, ഇവരൊക്കെ രാവിലെ പറയുന്നത്, ഇന്ന് ഞാൻ പുതിയൊരു ദിവസമാണ്, ഇന്ന് രാത്രി വരെ നീ ചെയ്തു കൂട്ടുന്നതെല്ലാം ഞാൻ റെക്കോർഡ് ചെയ്യുന്നുണ്ട്, ഞാൻ ഞങ്ങൾക്കെതിരെ സാക്ഷിയാകും. അതുകൊണ്ട് നീ ചെയ്യണം, ഇന്നത്തെ ദിവസം നല്ലത് ചെയ്തോ, ഇന്നത്തെ ദിവസം നീ നല്ലത് ചെയ്തോ, അശ്ഹദു ലക ഗദാ, നിനക്ക് ഞാൻ നാളെ അനുകൂലമായി സാക്ഷി നിൽക്കാമെന്ന് ഓരോ ദിവസവും പറയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫഇന്നി ലൗ ഖദ് മദൈതു ലം തറനി അബദാ, ഇന്ന് ഞാൻ വിട പറഞ്ഞു പോയാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ എന്നെ നിനക്ക് തിരിച്ചു കിട്ടൂല. 2019 മാർച്ച് 26 ഇന്ന് 12 മണിയോടുകൂടി അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ ഖിയാമത്ത് നാൾ വരെ 2019 മാർച്ച് 26 കടന്നു വരൂല മുഅ്മിനീങ്ങളെ. വരുമോ? 2019 ഇല്ല, 2020 വരും. 2020 മാർച്ച് 26 വരെ വേറൊരു ദിവസമാണ്. 2019 മാർച്ച് 26 രാത്രി 12 മണിയോടുകൂടി അസ്തമിച്ചു കഴിഞ്ഞു. ഇനി ഒരിക്കലും ഞാൻ തിരിച്ചു വരൂല. ഇന്ന് ഞാൻ പറഞ്ഞാൽ പിന്നെ ഒരിക്കലും നിനക്ക് കിട്ടൂല. അതുകൊണ്ട് ഞാൻ ഇവിടെ പറയുന്നതിനു മുമ്പേ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കാൻ എന്തെങ്കിലും നന്മകൾ ചെയ്തു വെച്ചോ മനുഷ്യ എന്ന് രാവിലെയായാൽ ഓരോ ദിവസവും പറയുന്നു ശഫീഉനാ റസൂലുള്ളാഹ്. ഇത് പകല പറയും. ഇനി ഇതേപോലെ രാത്രിയും പറയുമെന്നാണ്. ഇതേപോലെ രാത്രിയായാൽ മഗ്രിബായാൽ ആ രാത്രിയും വിളിച്ചു പറയുമെന്നാണ്. രാവിലെയോടുകൂടി ഞാൻ അസ്തമിക്കും, എന്തെങ്കിലും നന്മ ചെയ്തോളൂ, നാളെ നിനക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു തിന്മ നീ ചെയ്താൽ ആ തിന്മകൾക്കെതിരെ നിനക്കെതിരെ ഞാൻ സാക്ഷി നിൽക്കുമെന്ന് പകലും പറയും രാത്രിയും പറയും. ചുരുക്കി പറഞ്ഞാൽ ഭൂമിയിലുള്ള സകലതും, ഈ മരങ്ങളും വൃക്ഷങ്ങളും ഭൂമിയും മണ്ണും കല്ലും എല്ലാം നമ്മെ നിരീക്ഷിക്കുന്നുണ്ട്. നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് സാക്ഷിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അടുത്തതായി സൂറത്തുൽ കഹ്ഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ووضع الكتاب فترى المجرمين مشفقين مما فيه ويقولون يا ويلتنا ما لهذا الكتاب لا يغادر صغيرة ولا كبيرة إلا أحصاها ووجدوا ما عملوا حاضرا ولا يظلم ربك أحدا.
ഓരോ ആളുകൾക്കും അവരവരുടെ റെക്കോർഡുകൾ അല്ലാഹു നൽകും. ഓരോ ആളുകൾക്കും അവരവരുടെ റെക്കോർഡുകൾ ഹാർഡ് ഡിസ്ക് അല്ലാഹു ഫതറൽ മുജ്രിമീന തെറ്റുകാരായ ആളുകൾ, തെമ്മാടികളായ ആളുകളെ നിങ്ങൾക്ക് കാണാം. മുശ്ഫിഖീൻ ഭയവിഹ്വലരായി, വെപ്രാണത്തോടെ, പേടിയോടെ, ആശങ്കയോടെ തെറ്റുകാരെ നിനക്ക് കാണാം നബിയേ. എന്നിട്ട് ആ ചെമ്മാടികളായ ആളുകൾ പറയുന്നത്രേ, യാ വൈലതനാ, എന്റെ നാശമേ, എന്റെ നാശമേ, ഞാൻ അപകടത്തിൽ പെട്ടുപോയി. മാലി ഹാദൽ കിതാബ്, എന്തോരു കിതാബാണിത്, ഇത് എന്ത് വസ്തുവാണിത്? ഇങ്ങനെയുണ്ടോ ഒരു റെക്കോർഡ്? ഇങ്ങനെയുണ്ടോ ഒരു റെക്കോർഡ്? മാലി ഹാദൽ കിതാബ്, ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ല. അല്ലേ, റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞാൽ റെക്കോർഡ് ചെയ്യാ, ഒന്നുപോലും ഒന്നെങ്കിലും പുസ്തകം വായിക്കുമ്പോ മറന്നു പോകും. പക്ഷെ റെക്കോർഡ് കാണിച്ചാൽ അതാ ഞാൻ ചോദിച്ചു, ജനനം മുതൽ മരണം വരെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണിച്ചു തന്നാൽ നിഷേധിക്കാൻ പറ്റുമോ? ഓർമ്മ വരൂലേ? എന്ത് കിതാബാണ്, എന്ത് റെക്കോർഡാണ്? ഒരു ചെറിയ തെറ്റ് പോലും ഇതിൽ ഒഴിവാക്കിയിട്ടില്ലല്ലോ. അഥവാ ഇങ്ങനെ നടന്നു വരുന്നതിനിടയിലാണ് ഒരു പെണ്ണിനെ കണ്ടത്, വെറുതെ ഇങ്ങനെ നോക്കിപ്പോയി, അതുപോലും മനസ്സിലാക്കി. എന്തിനേറെ മനസ്സിൽ ചിന്തിച്ചത് വരെ അവിടെ കാണുന്നുണ്ട്. ഒരു ചെറിയ തെറ്റ് പോലും അവിടെ ഒഴിവാക്കിയിട്ടില്ല. ഒരു വലിയ തെറ്റ് പോലും ഒഴിവാക്കിയിട്ടില്ല. രേഖപ്പെടുത്താതെ, റെക്കോർഡ് ചെയ്യാതെ ഒന്നുപോലും ഒഴിവാക്കിയിട്ടില്ലല്ലോ. എന്തു കിതാബാണ്! ഞാനിന്ന് നാശത്തിലാണ്, ഞാനിന്ന് അപകടത്തിലാണ് എന്ന് തെറ്റുകാരായ, കുറ്റക്കാരായ ഈ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യിപ്പിക്കാത്ത ആളുകൾ പറയുന്ന പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ഈ റെക്കോർഡൊക്കെ ഡിലീറ്റ് ചെയ്തിട്ടില്ല. അതേ വഴിയുള്ളൂ. എന്തൊക്കെയാണോ ഡിലീറ്റ് ചെയ്യാനുള്ള വഴികൾ, അതാണ് ഞാൻ പറയാൻ. റെക്കോർഡ് ഓൾറെഡി റെക്കോർഡ് ചെയ്യപ്പെടുന്നുണ്ട്. ഓട്ടോമാറ്റിക് സംവിധാനമാണ് എല്ലാം റെക്കോർഡ് ചെയ്യപ്പെടുന്നത്. ആ റെക്കോർഡുകൾ ഡിലീറ്റ് ചെയ്യാനുള്ള ഓപ്ഷനും കൂടി നമ്മുടെ മുൻപിലുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. എന്തൊക്കെ സംവിധാനങ്ങളാണ് അല്ലാഹു, ഞാൻ പറഞ്ഞു തീർക്കുന്നുണ്ട് തുടക്കം മുതൽ. ഒന്ന്, അല്ലാഹു ഡയറക്റ്റ് നമ്മെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട്, മലക്കുകൾ വലതുഭാഗത്തും ഇടതുഭാഗത്തും. മൂന്ന്, എല്ലാ ദിവസവും സുബഹിക്കും മഗ്രിബിനും മലക്കുകൾ വ്യത്യസ്തരായ. നാല്, ആകാശലോകങ്ങളിൽ നിന്ന് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും മലക്കുകൾ വരുന്നു. അഞ്ച്, ഈ ഭൂമി നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുന്നു. ആറ്, നമ്മുടെ കൈയും കാലും കണ്ണും ചെവിയും നമ്മുടെ ചർമ്മങ്ങളും എല്ലാം നമ്മൾക്കെതിരെ സാക്ഷി നിൽക്കുന്നു. ഏഴ്, ഓരോ ദിവസവും. എട്ട്, ഓരോ പകലുകളും. ഒമ്പത്, ഓരോ രാത്രി. ഇതൊക്കെ നമ്മൾക്കെതിരെ സാക്ഷി എല്ലാം റെക്കോർഡ് ചെയ്യും. ഇനി ഈ റെക്കോർഡുകളൊക്കെ ഡിലീറ്റ് ചെയ്യണം. ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ മായ്ച്ചു കളയണം. ഒരു തെറ്റുമില്ലാതെ ഉമ്മ പെറ്റ മക്കളെ പോലെ നിഷ്കളങ്കരായി മരണപ്പെട്ടു പോകണം. അതിനുള്ള വഴിയാണ് ഇൻഷാ അല്ലാഹ് ഇനി നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാ ആളുകൾക്കും ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകുറ്റങ്ങളും അല്ലാഹു പുറത്തു തരട്ടെ. ഇൻഷാ അല്ലാഹ് ദാവൂദ് സാഹിബ് ബക്കറ്റ് കൊടുത്തോളൂ. ബക്കറ്റ് വരുന്നതിന്റെ മുൻപിലേക്ക് വളരെ നല്ല രീതിയിൽ എല്ലാ ആളുകളും സഹകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടുകൂടി അറിയിക്കുകയാണ്. കാരണം നമ്മുടെ പള്ളിയുടെ നിർമ്മാണം പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം ഒരു 10 ലക്ഷത്തോളം രൂപ നമ്മുടെ പള്ളിയുടെ നിർമ്മാണത്തിന് ആവശ്യമാണ്. കഴിയുന്ന ആളുകളൊക്കെ ഇവിടെ ഇരിക്കുന്ന സ്ത്രീകളായാലും പുരുഷന്മാരായാലും നിങ്ങളുടെ കൈകളിൽ നിന്ന് വളരെ വിലപ്പെട്ട സംഖ്യകൾ നിങ്ങളുടെ കൈകളിൽ നിന്ന് ഈ മഹത്തായ പള്ളിയിലേക്ക് നിങ്ങൾ ചെലവിടണം.
നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഉമ്മമാരുണ്ടാകും, ഉപ്പമാരുണ്ടാകും. നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയ ഭാര്യമാരുണ്ടാകും, ഭർത്താക്കന്മാരുണ്ടാകും, കുടുംബക്കാർ, വല്യപ്പന്മാർ, വല്യമ്മമാരുണ്ടാകും. അവരുടെ പാരത്രിക ലോകത്ത് ഒരു ജാരിയായ സ്വതക്കയായി ആ ഒരു പള്ളി നാളെ മനോഹരമായ ഒരു കൊട്ടാരമായി സ്വർഗത്തിൽ തിരികെ അല്ലാഹു നമ്മൾക്ക് നൽകാനും നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ ഖബറിടം അല്ലാഹു വെളിച്ചമാക്കാനും അവരുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളൊക്കെ അല്ലാഹു പുറത്തു കൊടുക്കാനും ഇന്നത്തെ രാത്രിയോടുകൂടി തന്നെ ആ ഖബറിടം വിശാലമാവാനും സ്വതഖയുടെ ബറക്കത്ത് കൊണ്ട്, പ്രത്യേകിച്ച് പള്ളിയായതുകൊണ്ട് മഹത്തായ ഈ സംഭാവനയുടെ ബറക്കത്ത് കൊണ്ട് ഒരു സെക്കൻഡ് പോലും നരകത്തിൽ കിടക്കാത്ത സ്വർഗ്ഗം അവർക്ക് നമ്മൾക്കും ലഭിക്കാൻ വേണ്ടിയും മാരകമായ രോഗങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ വേണ്ടിയും അല്ലാഹുവിന്റെ കരാറാണത്. സ്വതഖ കൊടുക്കുന്ന ആളുകൾക്ക് അല്ലാഹു മാറാ രോഗങ്ങളിൽ നിന്ന് കാവൽ നൽകുമെന്ന്. അപ്പൊ മാറാ രോഗങ്ങളിൽ നിന്ന് രക്ഷപ്പെടാനും ഉള്ള രോഗങ്ങൾക്ക് പൂർണ്ണമായ ശിഫാ ലഭിക്കാനും, മക്കളില്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി, ജോലിയില്ലെങ്കിൽ ജോലിക്ക് വേണ്ടി, പരീക്ഷകളാണെങ്കിൽ വിജയത്തിന് വേണ്ടി, എന്താണോ നമ്മുടെ മനസ്സിലുള്ള ഉദ്ദേശം ആ പൂർണ്ണമായ ഉദ്ദേശം മനസ്സിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന സംഖ്യ ഈ മഹത്തായ പള്ളിക്ക് വേണ്ടി നിങ്ങളൊക്കെ നൽകണം എന്ന് ഞാൻ വളരെ സ്നേഹത്തോടെ പറയാണ്. ഇപ്പൊ നിങ്ങളുടെ മുൻപിലേക്ക് ബക്കറ്റ് വരും, അതിൽ നല്ല സംഖ്യ തന്നെ എല്ലാവരും സഹകരിക്കുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഖ്യ തന്നെ ഇടുക. അത് കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നാളെ നമ്മുടെ പ്രിയങ്കരനായ ഉസ്താദാണ് നിങ്ങളുമായി അഭിമുഖീകരിക്കാനുള്ളത്. അദ്ദേഹത്തിന്റെ കൈകളിലോ അല്ലെങ്കിൽ നിങ്ങളുടെ മഹല്ല് കമ്മിറ്റി ഭാരവാഹികളുടെ കൈകളിലൊക്കെയായി മരണപ്പെട്ടു പോയ മാതാപിതാക്കളായാലും കുടുംബക്കാരായാലും അവരുടെ പേരിൽ നല്ല സംഖ്യകൾ ഈ പള്ളിക്ക് വേണ്ടി നിങ്ങൾ ചെലവഴിക്കുക. അത് നിങ്ങൾക്ക് ആഖിറത്തിൽ കാണാൻ കഴിയും. അത് നിങ്ങൾക്ക് ഖിയാമത്ത് നാൾ വരെ ആസ്വദിക്കാൻ കഴിയും. അത് നിങ്ങളുടെ രോഗങ്ങൾക്കുള്ള ശിഫയായിരിക്കും, നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അമലായിരിക്കും. ഇൻഷാ അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകാൻ കഴിയട്ടെ. അപ്പൊ നമ്മൾ ഇതുവരെ പറഞ്ഞത് നമ്മളൊക്കെ നിരീക്ഷണത്തിലാണ് എന്നുള്ളൊരു വിഷയമാണ്. ഇനി ഇതെങ്ങനെ മായ്ച്ചു കളയാൻ പറ്റും? ഈ തിന്മകളൊക്കെ വന്നുപോയി, എല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. ഇതൊക്കെ നാളെ ലൈവായി കാണിച്ചു തരുമ്പോ എങ്ങനെ എനിക്ക് രക്ഷപ്പെടാൻ കഴിയും? അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇനി ചർച്ച ചെയ്യാനുള്ളത്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق ولا يزنون ومن يفعل ذلك يلقى أثاما يضاعف له العذاب يوم القيامة ويخلد فيه مهانا إلا من تاب وآمن وعمل عملا صالحا فأولئك يبدل الله سيئاتهم حسنات وكان الله غفورا رحيما والذين لا يدعون مع الله إلها آخر അല്ലാഹുവിന്റെ കൂടെ മറ്റൊരു ദൈവത്തെ പങ്കുചേർക്കാത്തവർ, അഥവാ അല്ലാഹു മാത്രമല്ല വേറെയും ഒരുപാട് ദൈവമുണ്ട് എന്ന് വിശ്വസിക്കുന്നവർ. സുന്നത്ത് ജമാഅത്തിന്റെ ആളുകളൊക്കെ ഏകദൈവ വിശ്വാസികളാണ്. ഇനി ബിദ്അത്തുകാർ എന്ത് പറഞ്ഞാലും സുന്നികൾക്ക് ഒരു റബ്ബേ ഉള്ളൂ, അത് അല്ലാഹുവാണ്. ബിദ്അത്തുകാർ പറയുന്നതിന്റെ ഉത്തരം പറയേണ്ടത് അവരാണ്. നമ്മൾ മറ്റൊരു റബ്ബേ ഉള്ളൂ, അത് അല്ലാഹുവാണ് എന്ന് വിശ്വസിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിന്റെ ആളുകൾ. അവരെന്തൊക്കെ പറയുന്നുണ്ടെങ്കിൽ അവർ തന്നെ മറുപടി പറയട്ടെ, നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെല്ലാവരും ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കുന്ന ഇലാഹു റബ്ബാണ്, ഇലാഹുൻ വാഹിദ, ഒരൊറ്റ റബ്ബേ ഉള്ളൂ എന്ന് വിശ്വസിക്കുന്നവരാണ്. والذين لا يدعون مع الله إلها آخر ولا يقتلون النفس التي حرم الله إلا بالحق അല്ലാഹുവിനെ മാത്രം ആരാധിക്കുന്നവർ, കൊലപാതകം നടത്താത്തവർ, ولا يقتلون النفس التي حرم الله إلا بالحق അല്ലാഹു ബഹുമാനിച്ച ശരീരങ്ങളെ കൊന്നുകളയാത്തവർ, ولا يزنون വ്യഭിചരിക്കാത്തവർ, ومن يفعل ذلك يلقى أثاما
ആരെങ്കിലും കൊലപാതകം നടത്തുകയോ വ്യഭിചരിക്കുകയോ അല്ലാഹുവല്ലാതെ മറ്റൊരാളെ ഇലാഹായി കാണുകയോ ചെയ്താൽ അല്ലാഹു തആല അവന് തക്കതായ ശക്തമായ ഭയാനകമായ ശിക്ഷ നൽകുമെന്നാണ് പറഞ്ഞത്. യുളാഅഫു ലഹുൽ അദാബു യൗമൽ ഖിയാമ, അല്ലാഹു അവന് നൽകുന്ന ശിക്ഷ ഇരട്ടിയാക്കുമെന്നാണ് പറഞ്ഞത്. ഇരട്ടിയായി കൊടുക്കും. സാധാ ജനങ്ങൾക്ക് കൊടുക്കുന്ന ശിക്ഷയല്ല വ്യഭിചാരികൾക്കും കൊലപാതകം നടത്തുന്നവർക്കും ബഹുദൈവ വിശ്വാസികൾക്കും അല്ലാഹു കൊടുക്കുന്നത്. യുളാഅഫു ലഹുൽ അദാബ്, ശിക്ഷ ഇരട്ടിയായി കൊടുക്കും. യൗമൽ ഖിയാമ, അന്ത്യനാളിൽ വയഖ്ലുദു ഫീഹി മുഹാനാ, അല്ലാഹു തആല അവരെ നിന്ദ്യരായി നരകത്തിൽ പ്രവേശിപ്പിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി ഇങ്ങനെയൊക്കെ ചെയ്ത ആളുകൾ ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, ഇങ്ങനെയൊക്കെ ചെയ്തു പോയ ആളുകൾ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങിയാൽ, ഇല്ലാ മൻ താബ, തൗബ ചെയ്ത് മടങ്ങിയാൽ, വആമന, ഏകനായ അല്ലാഹുവിൽ വിശ്വസിക്കാൻ തുടങ്ങിയാൽ, വഅമില അമലൻ സാലിഹാ, സൽപ്രവർത്തനങ്ങൾ ചെയ്ത് ജീവിച്ചാൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, എങ്കിൽ അല്ലാഹു തആല അവൻ കഴിഞ്ഞ കാലങ്ങളിൽ ഗതകാലങ്ങളിൽ ചെയ്തു പോയ പാപങ്ങളെ നന്മയാക്കി മാറ്റിമറിക്കുമെന്ന് പരിശുദ്ധ ഖുർആൻ. ഇപ്പൊ നമ്മൾ ഇന്നത്തെ രാത്രി അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയാണ്. കരഞ്ഞുകൊണ്ട് ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന ഉറപ്പോടുകൂടി പശ്ചാത്തപിച്ച് പൂർണ്ണമായി തെറ്റിൽ നിന്ന് മാറി നന്നാവാൻ നമ്മൾ തീരുമാനിച്ചു. ഇന്നലെ നമ്മൾ ചെയ്ത തെറ്റുകളെ വരെ അല്ലാഹു നന്മയാക്കി മാറ്റിമറിക്കുമെന്നാണ്. ഇന്നലെ നീ ചെയ്ത തെറ്റ് അതിന് നന്മയായി അതിന് അല്ലാഹു പ്രതിഫലം തരും. നീ ഇന്ന് തൗബ ചെയ്ത് റബ്ബിലേക്ക് മടങ്ങാൻ തയ്യാറാണ്. ഇല്ലാ മൻ താബ വആമന വഅമില അമലൻ സാലിഹാ, തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഏകനായ അല്ലാഹുവിൽ വിശ്വസിച്ച് നന്മ ചെയ്യാൻ തുടങ്ങിയാൽ, ഫഉലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്, അല്ലാഹു തആല അവന്റെ തിന്മകളെ നന്മയാക്കി മാറ്റിമറിക്കുമെന്നും, വകാന അല്ലാഹു ഗഫൂറർ റഹീമാ, അല്ലാഹു ഗഫൂറാണ് മുഅ്മിനീങ്ങളെ, അല്ലാഹു റഹീമാണ്, അല്ലാഹു പാപങ്ങളൊക്കെ പുറത്തു തരുമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. അപ്പോ ഈ തിന്മകൾ ഇതൊക്കെ ഡിലീറ്റ് ചെയ്യാനുള്ള വഴി തൗബ ചെയ്യുക എന്നുള്ളതാണ്. പശ്ചാത്തപിച്ച് എന്താ തൗബ എന്ന് പറഞ്ഞാൽ? തൗബ ചെയ്യാന്ന് പറഞ്ഞാൽ എന്താണ്? തൗബ വളരെ എളുപ്പമാണ്. തൗബ ചെയ്യാൻ വളരെ എളുപ്പമാണ്. തൗബയ്ക്ക് 4ഓളം ഷർത്തുകളുണ്ട്. അല്ലാഹുവുമായി ബന്ധപ്പെട്ട വിഷയമാണെങ്കിൽ 3 ഷർത്തുകളാണ് തൗബയ്ക്കുള്ളത്. ഒരാൾ കള്ളു കുടിച്ചു പോയിട്ടുണ്ടെങ്കിൽ, വ്യഭിചരിച്ചു പോയിട്ടുണ്ടെങ്കിൽ, കഞ്ചാവ് ഉപയോഗിച്ചു പോയിട്ടുണ്ടെങ്കിൽ, ഹറാം പറയുകയോ ഹറാം കാണുകയോ ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അയാൾക്ക് തൗബ ചെയ്യാൻ 3 ഷർത്തുകളാണുള്ളത്. ഒന്ന്, കള്ള് കുടിയനാണെങ്കിൽ പൂർണ്ണമായി കള്ളിൽ നിന്ന് മാറി നിൽക്കുക. കള്ളിൽ നിന്ന് മാറി ഇനി ഞാൻ കുടിക്കൂല എന്ന് ഉറപ്പിക്കുക. 2. അഥവാ കള്ള് കുടിയൻ അയാളുടെ വീട്ടിൽ കള്ളുണ്ട്, ആ കള്ളൊക്കെ വലിച്ചെറിഞ്ഞ് വീട്ടിൽ നിന്ന് കള്ളൊക്കെ വലിച്ചെറിഞ്ഞ് പൊട്ടിച്ച് കള്ളു കുടിയന്മാരുമായുള്ള ബന്ധം പൂർണ്ണമായി ഒഴിവാക്കുക. ഒന്നാമത്തെ. രണ്ടാമത്തെ ഷർത്ത്, ഇനി ഒരിക്കലും ഞാൻ കള്ളു കുടിക്കൂല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുക. ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കൂല. മൂന്നാമത്തേത്, ചെയ്തു പോയ ഈ പാപം, കുടിച്ചുപോയ ഈ കള്ള്, അതിന്റെ പേരിൽ ഖേദമുണ്ടാവുക. പടച്ചോനെ വേണ്ടായിരുന്നു, അല്ലാഹുവേ വേണ്ടായിരുന്നു, എന്റെ ഭാഗത്ത് ഒരുപാട് തവണ കള്ളു കുടിച്ചു പോയി, അല്ലാഹുവേ മാപ്പ്, എനിക്ക് നീ മാപ്പ് താ അല്ലാഹ്, എനിക്ക് നീ പുറത്തു താ അല്ലാഹ് എന്ന് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങുക. ഈ 3 ഷർട്ടാണ് കള്ളുകുടിയന്റെ മുമ്പിലുള്ളത്. ഒരു വ്യഭിചാരിയാണെങ്കിൽ, വ്യഭിചരിക്കുന്നവനാണെങ്കിൽ അവന്റെ മൊബൈൽ ഫോണിലുള്ള ഹറാമായ അന്യ സ്ത്രീകളുടെ, അന്യ പുരുഷന്മാരുടെ നമ്പറുകൾ ഡിലീറ്റ് ചെയ്യുക. ഫോട്ടോകൾ, വീഡിയോകൾ, കോണ്ടാക്റ്റുകൾ, സാഹചര്യങ്ങൾ എല്ലാറ്റിനും അയാൾ മാറി നിൽക്കുക.
എന്നിട്ട് അയാൾ പടച്ച റബ്ബേ ചെയ്തു പോയ വ്യഭിചാരങ്ങൾ എനിക്ക് ഖേദമുണ്ട് റബ്ബേ, പാടില്ലായിരുന്നല്ലോ റബ്ബേ എന്ന് പറഞ്ഞ മനസ്സിലൊരു ഖേദം, ഒരു കുറ്റബോധം ഉണ്ടാവുക. മൂന്നാമത്തേത് ഇനി ഒരിക്കലും ഞാൻ ആവർത്തിക്കില്ല റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ്, എനിക്ക് നീ മാപ്പ് നൽകണേ, എനിക്ക് നീ പുറത്തു തരണേ എന്നൊരാൾ പറഞ്ഞാൽ അവന്റെ ജീവിതകാലത്ത് വന്നു പോയ എല്ലാ വ്യഭിചാരങ്ങളും അല്ലാഹു മായ്ച്ചു കളയണം. നിങ്ങളെ അവൻ കുടിച്ച എല്ലാ കള്ളുകളും അല്ലാഹു മായ്ച്ചു കളയും, അവൻ കണ്ട ഹറാമുകൾ മായ്ച്ചു കളയും. എന്നിട്ട് അയാൾ ഇനിയുള്ള കാലം മുതൽ നല്ലവരായി ജീവിക്കാൻ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. മനുഷ്യനുമായുള്ള ഇടപാടുകൾ 4 ശർത്താണ് അവിടെ. ഒരു മനുഷ്യന്റെ കയ്യിൽ നിന്ന് ഒരു 10,000 രൂപ അടിച്ചു മാറ്റി മോഷണം നടന്നു. 4 ശർത്താണ് അവിടെ. ഒന്ന്, ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ ഖേദിക്കുക, ഇനി ആവർത്തിക്കില്ല എന്ന് ഉറപ്പിക്കുക. പിന്നെ ഇനി കക്കൂല എന്ന് ആ ഒരു മോഷണം എന്നൊരു സ്വഭാവം മാറ്റാം, മോഷണം എന്നൊരു സ്വഭാവം മാറ്റാം. ഇനി മോഷ്ടിക്കൂല എന്ന് ഉറപ്പിക്കുക. ആ മോഷ്ടിച്ച സംഖ്യ കൊണ്ടുപോയിട്ട് നാലാമത്തെ ശർത്ത്. ഇനി സംഖ്യയില്ല, അയാളുടെ കാൽ കൊണ്ട് മാപ്പ് ചോദിക്കുക. ഞാൻ ഇങ്ങനെ 10,000 മോഷ്ടിച്ചിട്ടുണ്ട്, എനിക്ക് നിങ്ങൾ മാപ്പ് തരണം. മാപ്പ് തന്ന എന്തെങ്കിലും ഗീബത്തോ നമീമത്തോ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങൾ മാപ്പ് തരണം, ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയിട്ടുണ്ട്. ആ മനുഷ്യൻ ആരുമായിട്ടാണോ ഇടപാടുള്ളത് അവരോട് പോയി മാപ്പ് ചോദിച്ചു. ഇതാണ് മനുഷ്യന്മാർ. ഇങ്ങനെ ഒരാൾ ആത്മാർത്ഥമായി തൗബ ചെയ്താൽ, ഉദാഹരണം ഏതായാലും തൗബ ചെയ്തു നോക്കുക. കുടിയനാണ്, വെറുതെ ഇങ്ങനെ രാത്രി വന്നിട്ട് വെറുതെ അയാൾ ഉറപ്പാണ് നാളെ കുളക്കുന്ന, അയാൾ ഉറപ്പാണ് നാളെ വൈകുന്നേരം അയാൾ പോകും. പക്ഷെ മനസ്സിൽ ഞാൻ ഒരിക്കലും കുലുക്കൂല, ഞാൻ കണ്ടുകൂടി നിർത്തി, ഖേദമുണ്ട് എന്ന് പറഞ്ഞ് എന്ന് പറഞ്ഞാൽ പടച്ച റബ്ബിനെ അവന്റെ മനസ്സ് വായിക്കാൻ അവൻ ആത്മാർത്ഥമായിട്ടാണോ പറയുന്നത്, അല്ല ചാൻസ് കിട്ടിയാൽ ഇനിയും കുടിക്കുമെന്ന് അയാളുടെ മനസ്സിലുണ്ടോ ആർക്കറിയാം, അല്ലാഹു അറിയാം. അവർ അങ്ങനെയുള്ള ആളുകൾക്ക് അല്ലാഹു മാപ്പ് നൽകൂല. ആത്മാർത്ഥമായി ഇനി ഒരിക്കലും കുടിക്കൂല എന്ന് മനസ്സുകൊണ്ട് ഉറപ്പിക്കുന്ന ആളുകൾ റബ്ബിനറിയാം, അല്ലാഹു അവർക്ക് മാപ്പ് നൽകും. അതുകൊണ്ട് റബ്ബിനോട് കളിക്കാൻ നിൽക്കണ്ട, അല്ലാഹുവിനോട് നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് മറച്ചു വെച്ചാൽ നിൽക്കണ്ട, അല്ലാഹുവിനെല്ലാം പറയാം. ഈ പ്രണയിക്കുന്ന പ്രേമിക്കുന്ന ആളുകളുണ്ടാകും, പെൺകുട്ടികളായാലും ആൺകുട്ടികളായാലും, അതൊക്കെ ഒരു വ്യഭിചാരമാണ്, അതൊക്കെ വ്യഭിചാരത്തിന്റെ ഭാഗമാണ്. അവർ പറയുന്നു ഞങ്ങൾ ഇനി ഒരിക്കലും തെറ്റ് ചെയ്യൂല, നന്നാവാണ്, ഇനി ഒരിക്കലും ഫോൺ ചെയ്യൂല, മെസ്സേജ് ചെയ്യൂല, ടെക്സ്റ്റ് ചെയ്യൂല എന്നൊക്കെ തീരുമാനിച്ചു. എന്നാലും മനസ്സിലുണ്ട് ചാൻസ് കിട്ടിയാൽ ഞാൻ അങ്ങനെ ചെയ്യുമെന്ന്, കണ്ടാൽ മിണ്ടുമെന്ന്, കണ്ടാൽ ചിരിക്കുമെന്ന്, കണ്ടാൽ കൂടെ പോകുമെന്ന്, നമ്പർ കിട്ടിയാൽ ഞാൻ തിരിച്ചു വിളിക്കുമെന്ന്. എങ്കിലത് റബ്ബിനറിയാം, തൗബ സ്വീകരിക്കൂല, അവർ തെറ്റുകാരായി തന്നെ അവിടെ ബാക്കിയുണ്ടാകും. എന്നാൽ ആത്മാർത്ഥമായി മനസ്സിലൊരു നിയത്ത് നമ്പറുകളൊക്കെ ഡിലീറ്റ് ചെയ്തു, കണ്ടാലും കാണാത്തതുപോലെ അഭിനയിച്ചു, മിണ്ടില്ല, ചിരിച്ചില്ല, സംസാരിച്ചില്ല, ബന്ധം പിന്നെ സ്ഥാപിച്ചില്ല. കഴിഞ്ഞ കാലങ്ങളിൽ നടന്നുപോയ സർവ്വ പാപവും അല്ലാഹു ഡിലീറ്റ് ചെയ്യും. അയാൾക്ക് ചെയ്തു പോയ ആ തിന്മകൾക്ക് ശിക്ഷ നൽകുന്നതിന് പകരം അല്ലാഹു പ്രതിഫലം നൽകുമെന്നാണ് ഈ മഹത്തായ ആയത്തിലൂടെ അല്ലാഹു പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആത്മാർത്ഥമായി തൗബ ചെയ്യുക, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. ചില തൗബകൾ ഉണ്ടാകും മാതാപിതാക്കൾക്ക് വേണ്ടിയുള്ള തൗബ. അഥവാ ഏതെങ്കിലും ഒരു പെണ്ണിനെ പ്രേമത്തിന്റെ പേരിൽ മാതാപിതാക്കൾ പിടിച്ചു, മാതാപിതാക്കൾ ഭീഷണിപ്പെടുത്തി അടിച്ചു, എങ്കിലൊരു തൗബയുണ്ട്, ഞാൻ ചെയ്യൂല എന്ന് പറഞ്ഞ് മാതാപിതാക്കൾക്ക് വേണ്ടി ചെയ്യുന്ന തൗബ. ആ തൗബ മാതാപിതാക്കളുടെ കാണാമറയത്തെത്തിയാൽ ആ തൗബ കഴിഞ്ഞു പോയി. പിന്നെ അവർ വീണ്ടും ചെയ്യും, മാതാപിതാക്കളുടെ കൺമറയത്തെത്തിപ്പോയാൽ. പക്ഷെ നിങ്ങൾ ഒരിക്കലും തൗബ ചെയ്യേണ്ടത് ആർക്കാണ്? മാതാപിതാക്കൾക്കോ ജനങ്ങൾക്കോ അല്ല. മതിൽ ചാടി ഒരാളെ പിടിച്ചു, ഇല്ല ഞാൻ ഒരിക്കലും ആവർത്തിക്കൂല എന്ന് പറഞ്ഞ അയാൾ അവിടുന്ന് തൗബ ചെയ്തിട്ട് പോവാണ്. അത് ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തൗബയാണ്. നിങ്ങൾ അല്ലാഹുവിന് വേണ്ടി സ്വീകാര്യമായ തൗബ ചെയ്യണമെന്നാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ജനങ്ങൾക്ക് വേണ്ടിയല്ല, മാതാപിതാക്കൾക്ക് വേണ്ടിയല്ല, അല്ലാഹുവിന് വേണ്ടി സ്വീകാര്യമായ തൗബ ചെയ്യണം. ഇനി ഈ തിന്മകളൊക്കെ മറച്ചു വെക്കാനുള്ള വഴി ഞാൻ നിർത്താൻ പോവുകയാണ്. നിങ്ങൾ കൃത്യമായി നിസ്കരിക്കണം. നിസ്കാരം കൃത്യമായി
ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്. നിങ്ങളൊരു നന്മ ചെയ്താൽ നിങ്ങൾ ചെയ്ത തിന്മയെ ആ നന്മ മായ്ച്ചു കളയുമെന്ന് പരിശുദ്ധ ഖുർആൻ. നന്മ ചെയ്താൽ ഹറാമ കണ്ടു ഉടനെ ഒരു 100 രൂപ എടുത്ത് സ്വതക്ക ചെയ്തു. ആ ചെയ്ത ഹറാമ് ഈ നന്മ കാരണം അല്ലാഹു മായ്ച്ചു കളയുന്നതാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്. നന്മ ചെയ്യുന്തോറും നന്മകൾ വർദ്ധിപ്പിക്കുന്തോറും ദിക്റുകളും സ്വലാത്തുകളും ഖുർആനും സുന്നത്ത് നിസ്കാരങ്ങളും സാമൂഹിക സേവനങ്ങളും കാരുണ്യ പ്രവർത്തനങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധിക്കുന്തോറും നിങ്ങളുടെ ജീവിതത്തിൽ വന്നുപോയ പാപങ്ങൾ അല്ലാഹു മായ്ച്ചു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുകയാണ്. ഇന്നൽ ഹസനാതി യുദ്ഹിബിനസ് സയ്യിആത്. നന്മകൾ തിന്മകളെ ഡിലീറ്റ് ചെയ്യുമെന്ന് പരിശുദ്ധ ഖുർആൻ. കൃത്യമായി നിസ്കാരത്തിന്റെ കാര്യത്തിൽ അലസത കാണിക്കുക. പിന്നെയോ നന്മ ചെയ്യുന്തോറും തിന്മകൾ മാഞ്ഞുകൊണ്ടേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ ഇത്തഖുല്ലാഹ ഹൈസുമാ കുൻതും. നിങ്ങൾ എവിടെയാണെങ്കിലും അല്ലാഹുവിനെ പേടിച്ച് ജീവിക്കണം. വഅത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. ഒരു തെറ്റു ജീവിതത്തിൽ വന്നുപോയാൽ, ഒരു പാപം ജീവിതത്തിൽ വന്നുപോയാൽ അതിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്യണം. തെറ്റ് വന്നാൽ ഉടനെ നന്മ ചെയ്യണം. മനസ്സിലായി? തെറ്റ് ജീവിതത്തിൽ വന്നു, അത് തെറ്റാണ്, കുറ്റബോധമുണ്ടായി, ഉടനെ ഒരു നന്മ ചെയ്യണം. ഒന്നുകിൽ അസ്തഗ്ഫിറുല്ലാഹ്, ഒരു സ്വലാത്ത്, ഒരു സ്വദഖ, അല്ലെങ്കിൽ ഒരു നിസ്കാരം, ഒരു കാരുണ്യ പ്രവർത്തനം, ഒരു സാമൂഹിക സേവനം, ഇങ്ങനെ എന്തെങ്കിലും ഒരു നന്മ. അത്ബിഇസ് സയ്യിഅത്തൽ ഹസനത തംഹുഹാ. തെറ്റിന്റെ തൊട്ടുടനെ ഒരു നന്മ ചെയ്താൽ ആ തെറ്റിനെ ഈ നന്മ മായ്ച്ചു കളയുമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ജീവിതത്തിൽ തെറ്റ് വരുമ്പോഴൊക്കെ അതിന്റെ തൊട്ടുടനെ നന്മ ചെയ്താൽ അവസാനം മരിച്ചു പോകുന്ന സമയത്ത് ഒരു തെറ്റുമയാണ് ബാക്കിയുണ്ടാവില്ല, ഒരു തെറ്റുണ്ടാവില്ല. തെറ്റ് ചെയ്യുന്നു, മനഃപൂർവ്വം ബോധപൂർവ്വം തെറ്റുപോയി ചെയ്യണമെന്നല്ല ഞാൻ പറയുന്നത്. തെറ്റ് മനുഷ്യന്റെ ഭാഗത്ത് മനുഷ്യ സഹജമായി കടന്നു വരുമ്പോ പെട്ടെന്ന് തന്നെ ഒരു നന്മ ചെയ്തതിനെ ഡിലീറ്റ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കണം. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. പിന്നെ അല്ലാഹു പറയുന്നത് പരിശുദ്ധമായ ഖുർആനിൽ അല്ലാഹു ഇസ്തിഗ്ഫാറിന്റെ മഹത്വം പറയുന്നുണ്ട്. ഇന്ന ലികുല്ലി ദാഇൻ ദവാ. എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്, എല്ലാ രോഗങ്ങൾക്കും മരുന്നുണ്ട്. വ ഇന്ന ദവാഅദ്ദുനൂബിൽ ഇസ്തിഗ്ഫാർ. തെറ്റുകൾക്കുള്ള മരുന്ന് എന്ന് പറയുന്നത് ഇസ്തിഗ്ഫാറാണ്, അസ്തഗ്ഫിറുല്ലാഹ് എന്ന് വർദ്ധിപ്പിക്കലാണ്. തെറ്റുകളുടെ മരുന്ന് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് ചൊല്ലലാണ്. ഇത് വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കുക. ജീവിതത്തിൽ വന്നുപോയ എല്ലാ തെറ്റുകളും മായ്ക്കപ്പെടാൻ കാരണമാകും. അല്ലാഹുവിന്റെ മഗ്ഫിറത്ത് ലഭിക്കാൻ, അല്ലാഹുവിന്റെ പാപമോചനം ലഭിക്കാൻ ഏറ്റവും എളുപ്പവഴി ഇസ്തിഗ്ഫാർ നന്നായി ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. വഅഖീമുസ് സ്വലാത്ത. നിസ്കാരം നിലനിർത്തണം. വആതുസ് സകാത്ത. സകാത്ത് കൊടുക്കണം. വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസന. അല്ലാഹുവിന് നല്ല കടം കൊടുക്കണം. അല്ലാഹുവിന് കടം കൊടുക്കണം. തയ്യാറാണോ? അല്ലാഹുവിന് കടം കൊടുക്കാൻ തയ്യാറാണോ? പടച്ചോൻ തന്ന പൈസ അല്ലാഹുവിന് തന്നെ കടം കൊടുക്കാൻ തയ്യാറാണോ? വഅഖ്രിദുല്ലാഹ ഖർളൻ ഹസന. അല്ലാഹുവിന് നല്ല കടം കൊടുക്കണം. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും മിൻ ഖൈരിൻ തജിദൂഹു ഇൻദല്ലാഹ്. മരണത്തിനു മുമ്പേ എന്തൊക്കെയാണോ നിങ്ങൾ ചെയ്തു വെച്ചത്, തജിദൂഹു ഇൻദല്ലാഹ്. നാളെ ഖബറിൽ കാണാൻ കഴിയും. വമാ തുഖദ്ദിമൂ ലിഅൻഫുസികും. നിങ്ങളുടെ മരണം വരുന്നതിനു മുമ്പേ നിങ്ങൾ ഒരുങ്ങി വെച്ചത്, നിങ്ങൾ ചെയ്തു കൂട്ടിയത് മരിച്ചു കഴിഞ്ഞാൽ തജിദൂഹു ഇൻദല്ലാഹ്. ഖബറിൽ അതുണ്ടാവും. മരണസമയം മുതൽ തന്നെ ഈ കൊടുത്ത സ്വതക്കകളൊക്കെ നിങ്ങൾക്ക് കണ്ടുമുട്ടാൻ കഴിയും.
തജിദൂ ഇൻദല്ലാഹി ഹുവ ഖൈറൻ വഅഅമ അജ്റാ. നിങ്ങൾ കൊടുത്തത് ഒരു 10,000 ആണെങ്കിൽ അല്ലാഹു മുദാഫയായി 10 ലക്ഷവും 20 ലക്ഷവും ഒക്കെയായി തിരിച്ചല്ലാഹുവിനേക്കാളും വലിയ പ്രതിഫലങ്ങളായി നാളെ അല്ലാഹു നിങ്ങളുടെ മുൻപിൽ ആ നന്മകളെല്ലാം തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. നിങ്ങൾ അല്ലാഹുവിനോട് പാപമോചനം തേടണം. ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല പാപങ്ങൾ പൊറുക്കുന്നവനാണ്, മാപ്പ് നൽകുന്നവനാണ്. അതുകൊണ്ട് അല്ലാഹുവിനോട് നിങ്ങൾ മാപ്പ് തേടണം, ഇസ്തിഗ്ഫാർ ചെയ്യണമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു പറയുന്നു.